എന്നുവെച്ചാൽ 11 മണി വരെയുള്ള ലാസ്റ്റ് ട്രെയിനിലാണ് നമ്മളെ കീമോ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ വരേണ്ട സമയം. അപ്പൊ അതിനുശേഷം വരുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ട് കിട്ടാതെ കീമോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ ഇന്ന് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മളെ എല്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ RCC മാത്രമല്ല, മെഡിക്കൽ കോളേജിലും പോകുന്ന വഴിക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവർക്ക് അവിടെ എത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തിനാ അവർക്ക് തോന്നുന്നവര് വഴി നടത്തി കൊടുക്കും. ബുദ്ധിമുട്ടായി, നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യുന്നേ? ഇവര് വണ്ടി എടുത്താലല്ലേ ഇത് നമുക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ ആക്കിയാല് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പണി മുടക്കുന്നത്, ഈ മുടക്കിപ്പിച്ചത്? ഈ നമ്മളൊക്കെ അന്യ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ, അതായത് ബീഹാർ, ആന്ധ്ര ഒക്കെ പോയിട്ടില്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസിനോടും എല്ലാവർക്കും, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന്. ഇപ്പൊ ഈ സ്റ്റാൻഡിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോലീസുകാരനോ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ എവിടെ പോകാനുള്ളതാണ്? ഇപ്പൊ കൊട്ടാരക്കരത്തേക്ക് ഒരു 50 പേരുണ്ടെങ്കിൽ ആ ബസ്സിന് പറഞ്ഞു വിട്ട് ആ യാത്രയ്ക്ക് ഒരു ബസ് തടസ്സം വരുത്തരുത്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ ഇങ്ങനെ ആളുകളെ. നമസ്കാരം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ലേബർ കോഡുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം. 24 മണിക്കൂറോളം പണിമുടക്ക് എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ഇപ്പോൾ 12 മണിക്കൂറിലധികം ആ ഒരു പണിമുടക്ക് തുടരുകയാണ്. തലസ്ഥാന നഗരി നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ്. ഇവിടെ ഒരുപാട് ആളുകൾ, യാത്രക്കാരൊക്കെ പ്രശ്നങ്ങളിലാണ്. പ്രത്യേകിച്ച് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലല്ല. എത്രമാത്രം മുൻകരുതലുകൾ മുൻകൂട്ടി പണിമുടക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ് കിട്ടിയാൽ അടക്കം എങ്ങനെ ആശുപത്രിയിലേക്ക് എത്തുമെന്നുള്ള ആശങ്കകളുണ്ട്. നിലവിൽ പോലീസ് സംവിധാനങ്ങളും മറ്റ് സഹായങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ വരുന്ന രോഗികളെ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിൽ എന്ത് പണിമുടക്കോ എന്ത് ഹർത്താലുകളോ ഉണ്ടായാൽ സേവാഭാരതി അവിടെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നും ഇതേപോലെ തന്നെ തിരുവനന്തപുരത്ത് സേവാഭാരതി ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര മണിക്കൂറായി ഇവിടെ എങ്ങനെ നിൽക്കുന്നു? നമ്മള് ഏകദേശം രാവിലെ 6 മണിയോടുകൂടി സർവീസ് തുടങ്ങിയതാണ്. നമ്മളെ 5 വണ്ടികൾ നിലവിൽ സർവീസിലുണ്ട്. ഇപ്പോൾ RCC മെഡിക്കൽ കോളേജാണ് മെയിനായിട്ട് നമ്മൾ പേഷ്യൻസിനെ എത്തിക്കുക എന്നുള്ള ഒറ്റ പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. എന്നുവെച്ചാൽ 11 മണി വരെയുള്ള ലാസ്റ്റ് ട്രെയിനിലാണ് നമ്മളെ കീമോ ചെയ്യാനുള്ള പേഷ്യൻസ് ഒക്കെ വരേണ്ട സമയം. അപ്പൊ അതിനുശേഷം വരുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ട് കിട്ടാതെ കീമോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ ഇന്ന് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കാര്യകർത്താക്കളുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണ് എല്ലാവരും തരുന്നത്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നായാലും നമ്മുടെ റെയിൽവേയുടെ ഭാഗത്തുനിന്നായാലും എല്ലാവരും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഏകദേശം നമ്മൾ 5 വണ്ടികളായിട്ട് ഒരുപാട് സർവീസ് ഇപ്പൊ നടത്തി. അറിയായിരുന്നു ഏത് പ്രതിഷേധവും ഏത് പണിമുടക്കും ഏത് ഹർത്താലാണെങ്കിലും സേവാഭാരതി അവിടെ കാണും എന്നുള്ളത്. അതിനെങ്ങനെയാണ് ജനങ്ങളോട് പറയുന്നത്? കാരണം ഇതിപ്പോ മോദിക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണല്ലോ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് ആളുകൾ പറയുന്നതെങ്കിലും നമുക്ക് നാടിനെ സേവിക്കുക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ഏറ്റവും വലിയ കാര്യം. നരനെ സേവിച്ച് നാരായണനാവുക എന്നാണ് പണ്ടുള്ള ആളുകളെല്ലാം പറയുന്നത്. അത് തന്നെയാണ് നമ്മളെന്നും ഒരു ആപ്തവാക്യൊക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വണ്ടികളിലൊക്കെ, ഇപ്പൊ ആ വണ്ടികളിലൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ എല്ലാ തലങ്ങളിലും സേവാഭാരതിയുടെ പ്രവർത്തനം എപ്പോഴും നല്ല രീതിയിൽ ഉണ്ടാകും. എല്ലാവരും നല്ല, ആർക്കും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പോ നമ്മള് ഇവിടുന്ന് എത്തിക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളും നമ്മളെ എല്ലാ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ RCC മാത്രമല്ല, മെഡിക്കൽ കോളേജിലും പോകുന്ന വഴിക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവർക്ക് അവിടെ എത്താൻ പാകത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യകർത്താക്കളായിട്ടുള്ള ആളുകൾ അല്ലാതെ ഇവിടെ നിന്നിട്ട് ബാക്കി വണ്ടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ലാസ്റ്റ് ഒരു വണ്ടിയും കൂടെയാണ് വരാനുള്ളത്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ശുഭം. എന്തായാലും KSRTC തമ്പാനൂർ സ്റ്റാൻഡിൽ ഇപ്പോ യാത്രകളൊന്നും ഇല്ല, സർവീസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒരുപാട് യാത്രക്കാർ ഇവിടെയൊക്കെ ഉണ്ട്. കൂടുതൽ അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര നേരം വന്നിട്ട്? നമുക്കൊന്നും അറിയണ്ട. വണ്ടി കാത്തിരിക്കല്ലേ? ഇല്ല, നമ്മൾ വെറുതെ ചേച്ചി എത്ര നേരം? ഞാൻ വന്നിട്ട് കുറേ രാവിലെ വന്നത് 8 മണിയായപ്പോ എത്തി. പണിമുടക്കാന്ന് അറിയില്ലായിരുന്നു? അറിയായിരുന്നു, നാട്ടിലോട്ട് വന്നതാ, കാസർഗോഡ് വന്നതാണ്. അപ്പൊ പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ രാത്രി 12 മണിയോടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ നാളെ രാവിലെ അങ്ങോട്ട് ബസ് ഉള്ളൂ. 12 മണി വരെ ഇവിടെ ഇരിക്കാനാണോ പ്ലാൻ? അപ്പൊ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണല്ലോ. അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. 12,500 കൊടുത്ത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണത് തന്നെ. ആ പൈസ നമുക്ക് തിരിച്ചും കിട്ടത്തില്ലല്ലോ. അപ്പൊ അന്വേഷിച്ചായിരുന്നു ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്വേഷിച്ചു. ഓട്ടോറിക്ഷക്കാര് ചോദിക്കുന്ന നല്ല തുകയാണ് ചോദിക്കണം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ.
അതുകൊണ്ട് വല്ലതും കഴിച്ചോ? ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല. കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ. ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇല്ല. അപ്പൊ എന്തിനാ പണിമുടക്കെന്ന് അറിയാമോ? എന്തിനാ അവന്മാർക്ക് തോന്നുന്ന അവന്മാര് പണി കൊടുക്കും. ബുദ്ധിമുട്ടായി? നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അതായത് 12,000 രൂപ എന്നൊക്കെ പറയുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പൈസയൊന്നുമല്ല. പക്ഷെ ആ ഒരു തുക കൊടുത്ത് ബസ് ബുക്ക് ചെയ്തവർക്ക് യാത്ര മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമായിട്ടൊരു മാർഗമായിട്ട് വരുന്നു. ഏകദേശം 12 മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അമ്മ എത്ര നേരമായി ഇവിടെ വന്നിട്ട്? ഞാനിവിടെ വന്നിട്ട് ഇന്നലെ രാത്രിയിലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആ അല്ല, അത് അവിടെ കിടന്ന് ഉറങ്ങി. ഞാൻ രാവിലെ എഴുന്നേറ്റ് റെയിൽവേ പോയി ഭക്ഷണം കഴിച്ച്, റെയിൽവേയിൽ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ ഷൈ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ എത്ര സമയം ഇരിക്കാൻ ബുദ്ധിമുട്ടാവുന്നില്ല അമ്മേ? ബുദ്ധിമുട്ടുണ്ട്. അറിയില്ലായിരുന്നോ അറിയായിരുന്നു. അത് ഞാനേ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്ന ഞാനാണ്. അപ്പൊ ജോലിക്ക് പോയിട്ട് ഇവിടെ തന്നെയാണ് രാത്രി വരുന്നത്. അപ്പൊ ഇന്നലെ പോയിട്ട് എനിക്ക് വന്നപ്പോഴത്തേക്ക് ബസ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീണ്ടും രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടിയിട്ട് വന്നു. ഇതാണ് സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇത്തരമുള്ള പ്രതിഷേധങ്ങൾ. ഇവർക്ക് തോന്നുമ്പോ നിങ്ങൾ ബസ് നിങ്ങൾ വിട്ടിട്ട് ബസ്സിന് ശല്യം ചെയ്യാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ. ഇന്നലെ രാത്രിയുടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ബസ് എടുത്തെന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ബസ്സെങ്കിലും വിട്ടുകൊടുക്ക്, കടകളൊക്കെ അടച്ചിട്ടോ, അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിലും വെള്ളം കുടിച്ചെങ്കിലും എടുക്കുക. ഈ യാത്രക്കാർ വീടുകളിൽ ചെന്ന് പറ്റിയില്ലെങ്കിൽ എന്തിനുള്ള ബുദ്ധിമുട്ടെന്ന് ഇവര് മനസ്സിലാക്കുന്നുണ്ട്. വീട്ടില് എനിക്ക് ആരുമില്ല, എന്നെ ചേച്ചിമാരും എല്ലാരും ഉണ്ട്. അവരുടെ കൂട്ടത്താണ് നിൽക്കുന്നത്. വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ വരാൻ പറ്റില്ല, ഇന്ന് ഇവിടെ തങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സമാധാനപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ രാവിലെ വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു ബസ്സൊന്നും വിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി മുഴുവനോട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും സമരം എന്ന് പറയുന്നത് പലപ്പോഴും പല കാര്യങ്ങൾ ഇതുപോലെ സമരത്തിലൂടെ നേടിയെടുത്ത ചരിത്രമുള്ള ഒരു നാടാണ് നമ്മുടേത്. പക്ഷെ അത്തരം സമരങ്ങൾ പൊതുജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച അതാണ് നമ്മളിപ്പോ കാണുന്നത്. ചേച്ചി എത്ര സമയം ഇവിടെ ഇരിക്കുന്നു? 4:30 ട്രെയിൻ ഇറങ്ങിയതാ. ഞാൻ തലശ്ശേരിന്ന് വന്നതാണ്. അവിടെ സുഖമില്ലാത്ത ഉമ്മാനെ നോക്കാൻ വേണ്ടി പോയതാ. അപ്പൊ അവിടുന്ന് എനിക്ക് സുഖമില്ലായിട്ട് ഇവിടെ പകുതി എത്തിയപ്പോഴാണ്, കോഴിക്കോട് എത്തിയപ്പോഴാണ് ഇവിടെ ട്രെയിൻ. ഇല്ല, അറിഞ്ഞിട്ടില്ല. അവിടുന്ന് എനിക്ക് സുഖമില്ലാണ്ടപ്പോ അവര് കയറ്റി വിട്ടു. അവിടെ ചെന്ന് നോക്കാൻ പോയപ്പം ജലദോഷം പിടിച്ചു. അപ്പൊ അങ്ങോട്ട് പോന്ന്. നമുക്ക് നമ്മളെ വീട്ടിലല്ലേ, ഇവിടെ എത്തിയപ്പോഴാണ് ഹർത്താലാണെന്ന് പറഞ്ഞു. അതെ, അല്ലാതപ്പോ എന്ത് ചെയ്യുന്നേ? ഇവര് വണ്ടി എടുത്താലല്ലേ ഇത് നമുക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ആക്കിയാല്, അല്ലേ? അത് എനിക്ക് തോന്നുന്നില്ല. യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. യാത്രക്കാര് പല സ്ഥലത്തുനിന്നും വരുന്നവരുണ്ടാവും, പല സ്ഥലത്തുനിന്നും രാവിലെ വന്നിരിക്കുന്നവരുണ്ടാവും, 5 മണിക്ക് ഇറങ്ങിയവരുണ്ടാവും, 4 മണിക്ക് ഇറങ്ങിയവരുണ്ടാവും, 3 മണിക്ക് ഇറങ്ങിയവരുണ്ടാവും. അവരൊക്കെ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് രാത്രി 24 മണിക്കൂർ വരെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരന്റെ വാഹനമാണ് KSRTC സർവീസുകൾ അങ്ങനെ നിർത്തിവെക്കില്ല, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരിക്കില്ല പണിമുടക്ക് എന്നതൊക്കെയായിരുന്നു മന്ത്രിമാരുടെയൊക്കെ വാഗ്ദാനങ്ങൾ. പക്ഷേ ഇവിടെ കാണുന്ന സാഹചര്യം പറയുന്നതിനൊക്കെ വിപരീതമാണ്. എന്തായാലും 12 മണിക്കൂർ അധികമായിട്ട് ഈ പണിമുടക്ക് നടക്കുന്നു. ഇന്ന് രാത്രിയോടെ കൂടെ ഈ ഒരു പണിമുടക്ക് അവസാനിക്കും. പക്ഷെ ആ സമയം വരെ ഇവിടെ എങ്ങനെ ഇരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് ആ യാത്രക്കാരുടെ സാഹചര്യം പോകുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. പ്രതിഷേധം ഈ കുട്ടി ചെന്നൊരു പോലീസിനെ കണ്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി അവർ കൈ കലർത്തി കഴിച്ചു. ഒരു സപ്പോർട്ട് കഴിച്ചോ, അങ്ങനെ കഴിച്ചോ? എനിക്ക് വെള്ളം വാങ്ങിച്ചു കുടിച്ചു, അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഒരുപാട് കടകളിൽ അലഞ്ഞതിന് ശേഷം ഒരു കുട്ടി വെള്ളം. എവിടുന്നാണ് വരുന്നത്? ഇന്നലെയാണ് ട്രെയിനിലായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഒരറിവിലാണ് ഞങ്ങൾ വന്ന് തിരുവനന്തപുരം വീട്ടിൽ പോലും കൊണ്ടുപോകാനും ആളില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇരുന്ന് മറിയുകയാണ്. ഈ പണിമുടക്ക് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു പണിമുടക്കിന്റെ ആവശ്യം ഉണ്ടായിട്ട് തോന്നുന്നു? പണിമുടക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇത് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ തൊഴിലാളികളെ കൊണ്ട് എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ പണി മുടക്കുന്നത്?
ഈ മുടക്കിപ്പിച്ചത്? ഈ നമ്മളൊക്കെ അന്യ രാജ്യത്ത് സംസ്ഥാനങ്ങളിൽ, അതായത് ബീഹാർ, ആന്ധ്ര ഒക്കെ പോയിട്ടില്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വന്നു, ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസിനോടും എല്ലാവർക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് തന്നെ. ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ വന്ന് ഒരു ഉദ്യോഗസ്ഥനോ ഒരു പോലീസുകാരനോ വന്ന് നോക്കിയപ്പോൾ നിങ്ങൾ എവിടെ പോകാനുള്ളതാണ്? ഇപ്പോൾ കൊട്ടാരക്കരത്തേക്ക് ഒരു 50 പേരുണ്ടെങ്കിൽ ആ ബസ്സിന് പറഞ്ഞു വിട്ട് ആ യാത്രയ്ക്ക് ഒരു ബസ് തടസ്സം വരുത്തരുത്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഇങ്ങനെ ആളുകളിട്ട് ഞാനൊക്കെ എന്ന് പറയുന്നത് എന്തെല്ലാം അസുഖത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഈ കൊച്ചു ദേഹം താന്ന് വീഴാൻ ഞാൻ റോഡ് മുറിച്ച് അപ്പുറത്ത് പോയി ഈ കൊച്ചിനൊരു ചായ മേടിച്ചുകൊണ്ട് കൊടുത്ത് ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സമരക്കാരോ ആഹ്വാനം ചെയ്തിരിക്കുന്ന മറ്റ് വലിയ ആളുകളോ ഇല്ല. ആ കൊച്ചിൻ്റെ വീട്ടുകാർക്ക് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിനും കുട്ടിയൊക്കെ ഇല്ലാതെ വരും. അല്ലാതെ ഈ സമരക്കാരൊന്നും ചെയ്യത്തില്ല. ഇത് പ്രഖ്യാപിച്ചാൽ പിന്നെ ചിലപ്പം നക്കാപിച്ച അവർ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എടുക്കും. 1 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ? ഈ കൊച്ചി ജീവിച്ചിരുന്നാൽ ഈ കൊച്ചി 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിവുള്ളവളായിരിക്കും. അതുകൊണ്ട് ഈ സമരം ഈ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ അറിഞ്ഞില്ലേ? നമ്മൾ കാശിയിൽ പോയിട്ട് വന്നേനെ പുണ്യം മേടിച്ചോണ്ട് നമ്മളെ നാട്ടിൽ വന്നപ്പോൾ തന്നെ പുണ്യവും പോയി എല്ലാം പോയി. ഇനി എപ്പോഴാണ് വീട്ടിൽ എത്തുന്നത്? സ്വന്തം നാട്ടിൽ നിന്ന് 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി വരാൻ തയ്യാറല്ല. അവർക്ക് പേടിയാ. വണ്ടി അടിച്ചു പൊളിച്ച് 2000 രൂപ കൊണ്ടൊരു വണ്ടി നന്നാക്കാൻ പറ്റത്തുണ്ടോ? ഇവിടെ ഇരിക്കാം. എവരെ സമരക്കാരെ സമരം തീരുന്നവരെ ഇവിടെ ഇരിക്കാം. ആംബുലൻസിൽ കൊണ്ടുപോകാൻ ഞാൻ ചോദിച്ചല്ലോ. അപ്പോൾ അവർ പറയുന്നത് ഈ ചുറ്റു ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു 5 കിലോമീറ്റർ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറാണ്. ഇത്രയും ലോങ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ലോങ്ങുള്ള ആളുകളും റിയൽസിന് വോട്ട് കൊടുക്കുന്നുണ്ട്, ലൊക്കാലിറ്റി തിരുവനന്തപുരം നഗരസഭയിൽ അകത്തുള്ളവരും വോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇനിയുള്ള മന്ത്രിസഭ വരാനുള്ള തിരഞ്ഞെടുപ്പിനെല്ലാം ഈ തിരുവനന്തപുരത്ത് അകത്തുള്ളവരങ്ങ് വോട്ട് ചെയ്താൽ മതിയല്ലോ. ഈ ലോങ് ഉള്ളവരാരും വോട്ട് ചെയ്യണ്ടല്ലോ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം മനുഷ്യരെ ബുദ്ധിമുട്ട്. പക്ഷേ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ്. എന്നിട്ട് ഇരിക്കുന്നവരെല്ലാം കണ്ണീരും കൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇത്രയും സംസാരിക്കാൻ എനിക്ക് ശക്തി കിട്ടുമെന്നാണ്. ഞാൻ റോഡിൽ പോയി അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് ചായ മേടിച്ച് കുടിച്ചതിന് ശേഷമാണ് ഞാനത് പറയുന്നത്. ഞാനും ഇപ്പോൾ 2 ഗുളിയൊക്കെ തന്നെ തിരികെ നല്ല പനിയും ഉണ്ട്. ഈ സമരക്കാരോട് പറഞ്ഞിരുന്നോ ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നെന്ന് പറഞ്ഞല്ലോ. അപേക്ഷിച്ച് ഒരു മാസത്തിന് മുൻപേ അല്ലെങ്കിൽ 15 ദിവസത്തിന് മുൻപേ ഇങ്ങനെ ഒരു പണിമുടക്കുണ്ട് എന്നൊരു സൂചന നൽകിയിരുന്നെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും അറിഞ്ഞിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയ കാശ് ദൈവനാണ്. ഞാനത് പണിമുടക്കുണ്ടെന്ന് എങ്കിൽ ഞാൻ ചെന്നൈ തന്നെ നിന്നിരുന്നു. നാളെ വരത്തുള്ളായിരുന്നു. നമുക്ക് ചെന്നൈ കോട്ടയൊക്കെ കണ്ടിട്ട് വന്നാൽ പോരായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ട അവസ്ഥയാണ്. ഇവിടെ ഇരിക്കേണ്ട അവസ്ഥയാണ്. 6 മണി വരെ രാത്രി 12 മണി വരെ ഇരിക്കണോ? ശരിയെന്നാ. ഞങ്ങൾ 6 മണിക്കാണ് വന്നത്. അപ്പോൾ സർവീസ് ഉണ്ടായിരുന്നില്ല. ഒരു പമ്പ വണ്ടി പോയി. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ വണ്ടി സ്റ്റാർട്ടിങ് ഇറങ്ങി പൊക്കളഞ്ഞ്. പിന്നെ വണ്ടി പോയില്ല. പിന്നെ ഒരു വണ്ടി 10, 45, 50 പേരെ കണ്ടോണ്ട് നമ്മളെ മുകളിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞപ്പം ബുദ്ധിമുട്ടിക്കണമെന്ന് ഇട്ടു. പക്ഷെ സമരക്കാർ വണ്ടീനെ തടയുകയാണ് ചെയ്തത്. വണ്ടി ഇട്ടില്ല.